തങ്കലാൻ മൂവി റിലീസായി. നമ്മുടെ ചിയാൻ്റെ കുറേ നാളുകൾക്ക് ശേഷം കുറച്ചെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു മൂവിയായിരുന്നു. കാരണം എൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫിയും ആ ഒരു മൊത്തത്തിലൊരു സംഭവം കണ്ടപ്പോൾ ഒരു പ്രതീക്ഷ തോന്നി. രഞ്ജിത്താണ് ഇത് സംവിധാനം ചെയ്തേക്കണമെന്ന് നമ്മൾ കണ്ടപ്പോഴത്തേക്കും. കാരണം പുള്ളിയുടെ മൂവിയാണ് സർപ്പട്ടെ പരമ്പര. അത് കണ്ടിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കാണുക. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ മൂവീസിലൊരു ബെസ്റ്റ് മസ്റ്റ് വാച്ച് സ്പോർട്സ് മൂവി, ബോക്സിംഗ് മൂവി എന്ന് പറയാവുന്ന ഒരു സാധനമാണ്. ബോളിവുഡിൽ കുറേ മൂവീസ് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ അതിനേക്കാളൊക്കെ അടിപൊളി ഒരു മൂവിയാണ് ഈ സാധനം, സർപ്പട്ടെ പരമ്പര. ആര്യാണ് നായകനായിട്ടുള്ളത്. അപ്പോൾ ആ പുള്ളിയാണ് ഇത് സംവിധാനം ചെയ്തേക്കണേ. ഈ മൂവിയിൽ ഫസ്റ്റത്തെ ഒരു 45 മിനിറ്റ്സ് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച കാര്യങ്ങൾ വേറൊന്നുമല്ല. പോപ്കോൺ നടന്നു പോയിട്ടുണ്ട്, വാങ്ങിച്ച കപ്പലണ്ടിക്ക് ടേസ്റ്റ് ഇല്ല, ഇതൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. കാരണം 45 മിനിറ്റ്സ് മൂവി നല്ല ലാഗായിട്ട് എനിക്ക് തോന്നി. എൻ്റെ ഒപ്പീനിയൻ ആട്ടോ, ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാവാം. ഒരു ആക്ടർ ലെവലിൽ കാണിക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ പാർവതിക്ക് കൊടുത്തിട്ടുണ്ട്, കുറേ സ്ക്രീൻ ടൈം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് തോന്നി. അത്രയും പെട്ടെന്ന് സിനിമ തീർക്കായിരുന്നു. എന്തൊക്കെയോ വെറുതെ കുറേ സീൻസ് കാണിച്ചിട്ടുണ്ട് പാർവതിയുടെ ഒരു ആക്ടിങ് സ്കിൽസ് കാണിക്കാൻ വേണ്ടി. പക്ഷെ അത് മൂവിക്ക്, ആ മൂവിയുടെ ഒരു പ്രോപ്പർ ത്രെഡിന് ആവശ്യമുണ്ടോ എന്നുള്ള ക്വസ്റ്റനാണ് എൻ്റെ മനസ്സിൽ വന്നത് സിനിമ കഴിഞ്ഞപ്പോൾ. എന്തിനായിരുന്നു കാണിച്ചതെന്നുള്ളൊരു ക്വസ്റ്റനായി. പിന്നെ വിക്രത്തിൻ്റെ സീൻ നോക്കി കഴിയുമ്പോൾ വിക്രത്തിൻ്റെയും ആക്ടിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ആൻഡ് വേറെയും കുറേ ആക്ടേഴ്സിൻ്റെ കുറേ അത്യാവശ്യം ആക്ടിങ് ലെവലിലൊന്നും ആരും വലിയ ബോറൊന്നും ആക്കിയിട്ടില്ല, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ലാഗ്, സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ കുറേ ലാഗുണ്ട്. എനിക്ക് വളരെ നൈസായിട്ടൊന്നും തോന്നിയ മൂവിയല്ല. പോസിറ്റീവ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റണ്ട് പോസിറ്റീവായിട്ട് എനിക്ക് ഒട്ടും തോന്നിയില്ല. സ്റ്റണ്ട് അത് കാരണം ഇത് ആക്ഷൻ എന്നുള്ളൊരു സംഭവം നമ്മൾ ഇതിനകത്ത് കണ്ടായിരുന്നു. നമ്മൾ ആക്ഷൻ, ഫാൻറ്റസി, അഡ്വഞ്ചർ എന്നൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് പോയത്. ആക്ഷൻ ഒന്നും അത്ര വലിയ സെറ്റപ്പായിട്ട് തോന്നിയില്ല. സ്റ്റണ്ടിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും എവിടേക്കോ ഒരു പെർഫെക്ഷൻ ഇല്ലായ്മ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. സ്റ്റണ്ടിനകത്ത് ഓരോ സീൻ VFXിലാണെങ്കിലും അല്ലാതെയുള്ള സിറ്റുവേഷൻസിലാണെങ്കിലും ഫൈറ്റ് കാണിക്കുന്നതിനാണെങ്കിലും എന്തൊക്കെയോ ഇത് ഇംപെർഫെക്ഷൻസ് ഭയങ്കരമായിട്ട് സ്റ്റണ്ടിനകത്ത് കിട്ടുന്നുണ്ടായിരുന്നു. ആക്ടിങ് ലെവലിൽ ഓക്കെ, ചിലപ്പോൾ വിക്രത്തിൻ്റെ കരിയർ ബെസ്റ്റ് ആക്ടിങ് കാണിച്ചിട്ടുണ്ടാകും. കാരണം ചില സീനിലൊക്കെ വരുമ്പോൾ നമുക്കിത് വിക്രമാണോ എന്ന് തോന്നിപ്പോൾ. പാർവതിയുടെ സീനിൽ വരുമ്പോഴും പാർവതിയുടെ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സംഭവം അതിനകത്തുണ്ട്. പക്ഷെ മൊത്തത്തിലൊരു വർക്കൗട്ട് ആവാത്ത പോലെ എനിക്ക് തോന്നി, എൻ്റെ ഒപ്പീനിയൻ ആട്ടോ. അപ്പം നമുക്കൊരു മൂവി കാണുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഫോൺ എടുത്ത് നോക്കാൻ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഇതെന്താ തീരാത്ത, ഇന്റർവെൽ ആവാത്ത എന്താ, ആ ഒരു സാധനം നമുക്ക് തോന്നും. മൂവി ഫസ്റ്റത്തെ ഒരു 45-50 മിനിറ്റ്സ് ഒക്കെ ആയപ്പോഴത്തേക്കും എന്തോ ഒരു ബെറ്റർ ആകാൻ പോകുന്ന പോലെ തോന്നി. പക്ഷെ സ്റ്റിൽ അത്രയും നമ്മുടെ ഒരു എന്താ പറയുക, സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലൊരു സംഭവം വന്നില്ല. പിന്നെ എടുത്തു പറയാവുന്നൊരു സാധനം, അതിനകത്ത് ആരതി എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഉണ്ട്. ഒരു എന്താ പറയുക, ഒരു ഫോക്ലോർ യക്ഷി അല്ലെങ്കിൽ പ്രേതം പോലത്തെ ഒരു ക്യാരക്ടർ. അത് അത്യാവശ്യം നൈസായിട്ട് തോന്നി. അതിൻ്റെ കുറച്ച് സീൻസ് ഉണ്ട്, അതിനെ കാണിക്കുന്ന കുറച്ച് സീനുകളുണ്ട്, അതൊക്കെ അത്യാവശ്യം രസമുണ്ടായിരുന്നു. പക്ഷെ ബാക്കി മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും, ആൻഡ് ഒരു ബ്രിട്ടീഷുകാരൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട് മെയിനായിട്ടുള്ള, പുള്ളിയുടെ സീൻസും അല്ലെങ്കിൽ പുള്ളിയുടെ ക്യാരക്ടറും അത്യാവശ്യം നന്നായിട്ട് തോന്നി. ബാക്കി ഓവറോൾ സ്റ്റോറിയിലേക്ക് നോക്കുമ്പോൾ ഒരു 5.5 ഔട്ട് ഓഫ് 10 ഒക്കെ എനിക്ക് തോന്നിയല്ലോ. ദെൻ നിങ്ങളും പോയി കാണുക. ഇങ്ങനത്തെ ഫോക്ലോർ ലെവലിലുള്ള മൂവീസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ പരിഗണിക്കാവുന്ന ഒരു മൂവിയാണ്. അപ്പോൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു പ്രോബ്ലംസ് മൂവിക്കകത്ത് തോന്നി. ഓവറോൾ നോക്കുമ്പോൾ തിയേറ്റർ വാച്ച് ഒന്നുമല്ല, കാണാൻ താല്പര്യമുള്ള ആൾക്കാർ OTT കണ്ടാലും മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ.